എല്ലാവരും വളരെ കാലമായിട്ട് കാത്തിരുന്ന ഒരു എക്സാം ആയിരുന്നു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടേത്. അപ്പോൾ എക്സാം കഴിഞ്ഞു, ഷോർട്ട് ലിസ്റ്റും PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന് പ്രകാരം ഈ വരുന്ന 12-ാം തീയതി മുതൽ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നത് ഇപ്പോൾ എക്സാം എഴുതി പാസ്സായി അടുത്തൊരു സ്റ്റെപ്പാണ് ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും സ്വാഭാവികമായിട്ടും തോന്നുന്ന പല പല സംശയങ്ങളുണ്ടാകും. എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് ഒരു ഇൻ്റർവ്യൂ, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഇൻ്റർവ്യൂവിൽ മെയിനായിട്ട് അവർ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ചെയ്യേണ്ടത്, അതുപോലെ വരുന്ന വേക്കൻസീസ് എത്രത്തോളം വേക്കൻസീസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാകും. അങ്ങനെ ഒട്ടനവധി സംശയങ്ങൾ ഒരു കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ, ഒരു ഉദ്യോഗാർത്ഥി എന്ന രീതിയിൽ അവർക്ക് തോന്നുന്നുണ്ടാകാം. അപ്പം അങ്ങനെയുള്ള രീതിയിൽ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എവിടെ പഠിക്കണം, എവിടെ തുടങ്ങണം, എന്തെല്ലാം സബ്ജക്ട്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അങ്ങനെ ഒട്ടനവധി സംശയങ്ങൾ അവർക്ക് ഉണ്ടായേക്കാം. അപ്പോൾ അവരോട് എന്താണ് സർ നമുക്ക് പറയാനുള്ളത്? ഇപ്പോൾ നമുക്ക് JCയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഇൻ്റർവ്യൂ ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓഗസ്റ്റ് 12-ാം തീയതി മുതലാണ് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സ്വാതി പറഞ്ഞ പോലെ തന്നെ അവർക്ക് നിരവധി സംശയങ്ങളുണ്ടാവും. ഇൻ്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് എത്ര മാർക്കാണ് ഇൻ്റർവ്യൂവിന് കിട്ടുന്നത്, ഏതൊക്കെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇൻ്റർവ്യൂവിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇൻ്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇൻ്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ബയോഡാറ്റ ഫോം എങ്ങനെ ഫില്ല് ചെയ്യണം, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ടായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് തന്നെ നമുക്ക് പറയുവാണെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഷോർട്ട് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ 2023 ഡിസംബർ മാസത്തിൽ വന്നു. 2024 വരെ ആപ്ലിക്കേഷൻ അയക്കായിരുന്നു അല്ലേ? 2024 സെപ്റ്റംബർ മാസത്തിൽ എക്സാം നടന്നു. അതിനുശേഷം 2025 ഷോർട്ട് ലിസ്റ്റ് വന്നു. ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 406 ഉദ്യോഗാർത്ഥികൾ മെയിൻ ലിസ്റ്റിലും ഏകദേശം ഒരു 400 സംതിങ്ങോളം ഉദ്യോഗാർത്ഥികൾ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിലും അല്ലേ? കട്ട് ഓഫ് മാർക്ക് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തവണത്തേനും വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് കുറച്ച് കുറവായിരുന്നല്ലോ, ഒരു 57. കാരണം ഡിഫിക്കൽട്ടായിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഉള്ള PSCയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ആ ഡൗട്ട്സുകൾക്ക് നമുക്ക് അതൊരു ക്ലിയർ ആൻസർ കൊടുക്കണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇതിന് തൊട്ട് മുമ്പത്തെ ഉള്ള JC ആയിട്ട് ബന്ധപ്പെട്ട എന്താണ് ഈ പറഞ്ഞിട്ടുള്ള റാങ്ക് ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിനു മുമ്പ് 2018 ഡിസംബറിലായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 2018 ഡിസംബർ നോട്ടിഫിക്കേഷൻ വന്നു. 2020 എക്സാം നടന്നു. പിന്നെ അതിനുശേഷം കൊറോണയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡിലേ ആയി. ഷോർട്ട് ലിസ്റ്റൊക്കെ 2021 ഷോർട്ട് ലിസ്റ്റ് വന്നതെന്ന് തോന്നുന്നു. 2021 ഷോർട്ട് ലിസ്റ്റ് വന്ന് 2021 തന്നെയാണ് എൻ്റെ ഇൻ്റർവ്യൂ നടത്തി റാങ്ക് ലിസ്റ്റ് വന്നത്. അന്ന് കുറേയധികം ഉദ്യോഗാർത്ഥികളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടും പിന്നെ ഇതിനു മുമ്പ് എൻ്റെ ആയിട്ടുള്ള സ്വന്തമായിട്ട് ഇൻസ്പെക്ടർ എക്സാം ആയിട്ട് ബന്ധപ്പെട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിൽ വെച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിട്ടൺ എക്സാം പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ക്രൈറ്റീരിയ തന്നെയാണ് ഇത് ഇൻ്റർവ്യൂ കൂടെ പാസ് ചെയ്യുക എന്നുള്ളത്. ഒരു ക്രൈറ്റീരിയ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഒരു മാർക്ക് തന്നെ നമുക്ക് ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള റാങ്ക് ലിസ്റ്റ് നോക്കിയാൽ മതി. റാങ്ക് ലിസ്റ്റിന് കൃത്യമായിട്ട് തന്നെ റിട്ടൺ എക്സാമിൻ്റെ മാർക്കും ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 14 മാർക്കാണ് ഏറ്റവും ടോപ്പ് കിട്ടിയിട്ടുള്ളത് ഇൻ്റർവ്യൂവിന്. 14 മുതൽ അത് കുറഞ്ഞ് എത്ര മാർക്ക് വരെ വന്നിട്ടുണ്ട്? 10 മാർക്കും 11 മാർക്കും 9 മാർക്ക് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ 14 മാർക്ക് കിട്ടുന്ന ഒരു ഉദ്യോഗാർത്ഥി അതേപോലെ തന്നെ 11 മാർക്ക് കിട്ടുന്ന ഉദ്യോഗാർത്ഥി തമ്മിൽ എത്ര മാർക്കിൻ്റെ വ്യത്യാസം വന്നു? 12, 13, 14 3 മാർക്കിനോളം അവിടെ വ്യത്യാസം വരുവാണ്. പല താഴത്തേക്ക് ചിലപ്പോൾ 4 ആകാം, ചിലപ്പോൾ 2 ആകാം, ചിലപ്പോൾ 1 ആകാം. നമുക്കറിയാം PSCയുടെ റാങ്ക് ലിസ്റ്റിൽ 0.33, 0.67 പോലും ഒരുപാട് റാങ്കുകളുടെ വ്യത്യാസം വരുന്നൊരു സമയത്ത് 1 മാർക്ക് 2 മാർക്കിൻ്റെ അത്രയധികം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അത്യാവശ്യം നമുക്കറിയാം ഇൻ്റർവ്യൂ പാനലിൽ ഈ പറഞ്ഞുള്ള PSC മെമ്പേഴ്സ് ഉണ്ടാകാം, സബ്ജക്റ്റ് എക്സ്പേർട്സ് ഉണ്ടാകും. അപ്പോൾ സബ്ജക്റ്റ് എക്സ്പേർട്സ് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എന്താണ് ചോദിക്കാം? ആക്ട് ആൻഡ് റൂൾസ്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എത്ര മെമ്പേഴ്സ്, രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, അതിലിപ്പം നമുക്ക് കറൻ്റിൽ നടക്കുന്ന ഈ ഇപ്പം നിലവിലുള്ള കോപ്പറേഷനുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കറൻ്റായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം. അത് സെക്ഷൻസ് ഹെഡ് ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ചിലപ്പോൾ ബാങ്കിങ് ആയിട്ട് ബന്ധപ്പെട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ചോ ചെക്കോ പ്രോമിസറി നോട്ടോ അങ്ങനെയൊക്കെ കവർ ചെയ്ത് ചോദിക്കാം. ക്ലിയർ ആയോ? അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് അക്കൗണ്ടൻസിലെ ബാലൻസ് ഷീറ്റിനെ കുറിച്ച് ചോദിക്കാം, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡേ ബുക്കിനെ കുറിച്ച് ചോദിക്കാം, കറണ്ട് അഫയേഴ്സ് ചോദിക്കാം. പിന്നെ നമ്മുടെ ബയോഡാറ്റ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കറണ്ടിൽ ഇപ്പോൾ പ്രൈവറ്റ് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും പ്രൈവറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആ വർക്കിങ്ങിനെ കുറിച്ച് ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, അപ്പോൾ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ജോലി, അപ്പോൾ ആ ഒരു ഡ്യൂട്ടി എന്താണ്,
ആ ഡ്യൂട്ടിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തൊക്കെ വർക്കുകളാണ് നിർവഹിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നമുക്ക് ചോദിക്കാം. നമുക്കറിയാം അതുമായിട്ട് ബന്ധപ്പെട്ട് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് 2 വിങ്ങാണ്, അഡ്മിനിസ്ട്രേഷനും അതേപോലെ തന്നെ ഏതാണ് ഓഡിറ്റ് വിങ്ങും. അഡ്മിനിസ്ട്രേഷൻ വിങ്ങിൽ ഈ പറഞ്ഞിട്ടുള്ള വരുന്നതാണ് ഇത് ശരി ഇൻസ്പെക്ടേഴ്സ്. ഓഡിറ്റ് വിങ്ങിൽ വരുന്ന ഏതാണ് ഈ പറഞ്ഞ ഓഡിറ്റേഴ്സ്. നമുക്ക് ഒറ്റ ഇത് തസ്തികയായിട്ട് തന്നെയാണ് വിളിക്കുന്നത് ഏതാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ. അത് ഈ പറഞ്ഞിട്ടുള്ള ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആ ഒരു രീതിയിലേക്കാണ് പോകുന്നതെങ്കിൽ ഓഡിറ്റ് വിങ്ങിലേക്കാണ് ഓഡിറ്റേഴ്സ്, ജൂനിയർ ഓഡിറ്റേഴ്സ്. ഈ പറഞ്ഞിട്ട് ഉള്ള ജനറൽ വിങ്ങിലേക്കാണ് ജൂനിയർ ഇൻസ്പെക്ടേഴ്സായിട്ട് വരും. ജൂനിയർ ഇൻസ്പെക്ടേഴ്സിൽ യൂണിറ്റ് ഇൻസ്പെക്ടർ ഉണ്ടാകും, ആർബിട്രേഷൻ ആൻഡ് എക്സിക്യൂഷൻ ഇൻസ്പെക്ടേഴ്സ് ഉണ്ടാകും, സ്പെഷ്യൽ സെയിൽ ഓഫീസർ ഉണ്ടാകും. അപ്പം നേരെ തിരിച്ച് ഇപ്പോൾ ഓഡിറ്റിലാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ജൂനിയർ ഓഡിറ്റേഴ്സ്, ഇപ്പോൾ ടീം ഓഡിറ്റേഴ്സ് ആണല്ലോ, അപ്പോൾ ഒരു ലീഡ് ചെയ്തിട്ടുള്ള ഒരു ടീമിൻ്റെ കൂടെ നിൽക്കുന്ന ജൂനിയർ ആയിട്ടുള്ള ഓഡിറ്റേഴ്സായിട്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ പറഞ്ഞ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് നമ്മുടെ അടുത്ത് ചോദിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ബേസിക്കായിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ബയോഡേറ്റ ആയിട്ട് ബന്ധപ്പെട്ട് ഫില്ല് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, അതിനകത്തുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ ചെയ്യുക. കാരണം ഇപ്പം നമുക്ക് ബയോഡേറ്റയിൽ നിന്നൊരു കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് എന്താണ് ഒരു ഡൗട്ട് നമുക്കുണ്ടാകരുത്. പിന്നെ നമ്മൾ പോകുന്നൊരു പോസ്റ്റ്, ആ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ആ ഒരു ഇപ്പം ഞാൻ പറഞ്ഞു നിർത്തിയല്ലോ നമ്മുടെ ആ വർക്കുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക, കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ഒരു ബേസിക്കായിട്ട് തന്നെ പറയാനുള്ളത്. പിന്നെ ഇൻ്റർവ്യൂ നമുക്ക് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേനും എന്താണ് കുറച്ച് ഒരു ഉദ്യോഗാർത്ഥികൾ ഇപ്പം തീർച്ചയായിട്ടും ഇപ്പം തന്നെ മാർക്കിൻ്റെ ഒരു വേരിയേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് നമുക്ക് ടെൻഷൻ ആകാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇത്രയും ഇപ്പോൾ നമുക്കൊരു കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞൊരു തസ്തികയിലേക്ക് പ്രിപ്പയർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണല്ലോ. ഇപ്പോൾ അത്രയും ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ആ ഒരു നോളജ് അത്രയും ഡീപ്പായിട്ട് പഠിക്കണം എന്ന് ഞാൻ പറയില്ല. കാരണം അത്രയും ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെ ചോദിക്കണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ ഇപ്പോൾ ഒരു ജോലി കിട്ടുമ്പോൾ എങ്ങനെയാണ് അത് നിർവഹിക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ കറണ്ടിൽ നിങ്ങൾ എന്ത് വർക്കാണോ ചെയ്യുന്നത് അതിനെപ്പറ്റി ആയിരിക്കാം ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ അതല്ലാത്ത സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ ചോദിക്കണം നിർബന്ധമില്ല. ചിലപ്പോൾ നബാർഡിനെ കുറിച്ചായിരിക്കും ചോദിക്കുന്നത്, നബാർഡിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ RBIയുടെ ഫംഗ്ഷൻ. അങ്ങനെ സബ്ജക്റ്റ് എക്സ്പേർട്സും അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള പാനലിൽ നിൽക്കുന്ന ബോർഡ് മെമ്പേഴ്സും അവരുടെ ആ ഒരു രീതി അനുസരിച്ചാണ്, അവരുടെ അപ്പോഴുള്ള ഒരു സാഹചര്യം അനുസരിച്ചായിരിക്കും അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും അത്യാവശ്യം ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രിപ്പയർ ആവുക, ടെൻഷൻ ഫ്രീ ആവുക. അതല്ലാതെ അവിടെ പോയിട്ട് അവർ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഈ പറഞ്ഞ ഭയങ്കര ടെൻഷനായിട്ട് നമ്മുടെ അടുത്ത് ചിലപ്പോൾ അവർക്ക് ക്വസ്റ്റ്യൻ പോലും ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കാതിരിക്കുക. ക്ലിയറായിട്ട് നമുക്ക് അവർ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ആൻസർ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, കൃത്യമായിട്ട് ആൻസർ ആ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് ആൻസർ ഉണ്ടെങ്കിൽ അത് എല്ലാവരുടെയും മുമ്പ് എല്ലാവർക്കും പ്രയോറിറ്റി കൊടുക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ആൻസർ പറയാൻ വേണ്ടി നോക്കുക. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ആദ്യമായിട്ട് ഇപ്പം ലൈഫ് ടൈമിൽ തന്നെ ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂ പാനലിനെ അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടായേക്കാം. അപ്പോൾ അവർക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ഒരു 10-15 മിനിറ്റ് ആ ടൈമിനുള്ളിൽ മാക്സിമം അവരുടെ കഴിവ് എന്താണോ അല്ലെങ്കിൽ അവർക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണോ അത് പറയാൻ സാധിക്കുകയാണെങ്കിലാണ് അവർക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്റർവ്യൂവിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് താനും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ഇപ്പം സ്വാഭാവികമായിട്ടും ആദ്യമായിട്ടൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ സ്വാഭാവികമായിട്ടും ഒരു പരിധിവരെ പാനിക്കാവുമല്ലോ. അപ്പോൾ അവരെങ്ങനെയാണ് ഒരു ബോർഡിനെ ഫേസ് ചെയ്യേണ്ടത് സാർ? ഞാൻ പറഞ്ഞില്ല ഇപ്പം സ്വാതി പറഞ്ഞ ഒരു കാര്യം, നമുക്ക് ശരിക്കും പറഞ്ഞൊരു 10 മിനിറ്റ് മുതൽ ഒരു 15 മിനിറ്റ് വരെയാണ് നമുക്ക് ഏതാണ് ടൈം കിട്ടുന്നത്. അപ്പോൾ നമ്മളത് എന്താ പറയണേ, ഒരു പാനിക്കാവുന്ന സിറ്റുവേഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡയറക്റ്റായിട്ട് നമ്മളിപ്പം സെൻറ്ററിൽ നമ്മൾ ഓഫ്ലൈനിൽ നമുക്കൊരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ സെഷൻസിൻ്റെ ഒരു ട്രെയിനിങ് സെഷൻ വെച്ചിട്ടുണ്ട്. ഓൺലൈനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടത് പറഞ്ഞു തരാം ട്രെയിൻ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ടെൻഷനായിട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണം തീർച്ചയായിട്ടും ഈ ഇൻസ്പെക്ടറിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ടല്ലോ, അവർ പഠിക്കാതെ എന്തായാലും വന്നിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ ക്വാളിഫൈഡ് ആണ്. പിന്നെ അടുത്തൊരു സ്റ്റെപ്പാണ് ഏതെന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ. അപ്പോൾ അവർ ഇത്രയും പഠിച്ച് എക്സാമിന് പ്രിപ്പയർ ആയല്ലോ. ഇപ്പോൾ എക്സാമിന് പ്രിപ്പയർ ആയിട്ടാണല്ലോ അവർ എക്സാം എഴുതി ഷോർട്ട് ലിസ്റ്റ് വന്നത്. അപ്പോൾ അത് തന്നെ അവർക്കൊരു കോൺഫിഡൻസ് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ആസ് യൂഷ്വൽ പോകുന്ന പോലെ തന്നെ നമ്മൾ സാധാരണ ഇപ്പം ആദ്യമായിട്ട് ഇൻ്റർവ്യൂവിന് പോകുന്നതാണെങ്കിലും ഇപ്പോൾ 1, 2, 3 തവണ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പോലും ചിലപ്പോൾ ഈ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ പോകുന്നിടത്ത സമയത്ത് ചിലപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് അനുസരിച്ച് ചിലപ്പോൾ പാനിക്കാകാം. അപ്പോൾ അത്തരത്തിലുള്ള സന്ദർഭം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യേണ്ടത് സെൽഫായിട്ട് അവരോട് തന്നെ ഇനിയുള്ള സമയങ്ങളിൽ 1-2 ക്വസ്റ്റ്യൻസ്
അവർ തന്നെ പ്രിപ്പയർ ചെയ്യുക, അവരോട് തന്നെ ചോദിച്ചാൽ അവർ തന്നെ ആൻസർ എന്താണ് സെൽഫായിട്ടൊന്ന് പറഞ്ഞു നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ വയ്ക്കുന്ന ട്രെയിനിങ് സെഷൻസ് നമ്മൾ അറ്റൻഡ് ചെയ്താൽ കുറച്ചും കൂടെ എന്താണ് നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ തന്നെ നമുക്കത് അവരുടെ ആ ഒരു എന്താണ് ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ നമുക്കൊരു ട്രെയിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ എനിക്ക് ഏറ്റവും നല്ലത് ഇവർ സെൽഫായിട്ട് തന്നെ മോട്ടിവേറ്റ് ആവുക. കാരണം ഇവർ മനസ്സിലാക്കേണ്ടത് ഇവർ ഈ എക്സാം എന്താണ് അറ്റൻഡ് ചെയ്തിട്ടാണ് ഇവർ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് അത്യാവശ്യം നോളജ് ഉണ്ട്. സെൽഫായിട്ട് അവരോട് ഇനിയുള്ള ദിവസങ്ങൾ ഓരോ ദിവസം ഓരോ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ നമുക്കൊരു കോപ്പറേറ്റീവ് ഞാൻ പറഞ്ഞ സൊസൈറ്റി രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ മിനിമം എത്ര 25 മെമ്പേഴ്സ്, സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫോം, ട്രിബ്യൂണലിൻ്റെ സെക്ഷൻ. അപ്പം ഞാൻ പറയും സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഞാൻ പറയും ഒരു നെഗറ്റീവ് വേ ആണ് നമുക്ക് എന്താണ് ഓവറായിട്ടുള്ള ടെൻഷനും ആങ്സൈറ്റീസും അത് മാർക്ക് കുറയ്ക്കുള്ളൂ. അത് തന്നെ എന്താണെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ സെൽഫായിട്ടൊരു കൺട്രോളിങ് തന്നെ പോയി എന്താണ് ഈ പറഞ്ഞ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മാക്സിമം ആയിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ഫ്രീ ആയിട്ടാണ് ഈ പറഞ്ഞുള്ള ഓൺലൈനിൽ നമ്മൾ ഇൻ്റർവ്യൂ സെഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വെക്കുമ്പോൾ കോൺഫിഡൻസ് ആയിട്ട് തന്നെ പോയി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയനായിട്ട് പറയുന്നത്. ഇനി വേറെ പിന്നെ ഇപ്പം ഒരു കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്കായി പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ നമുക്ക് നൽകിയിരിക്കുന്നതാണ് കെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാൻ. അപ്പം ധാരാളം സ്റ്റുഡൻസ് ഡൗട്ട്സ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കെ ഫോം ഫില്ല് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ കെ ഫോംസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് തന്നെ അതിൻ്റെ ഒരു ഫോർമാറ്റ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. ആ ഫോർമാറ്റിൽ നമ്മൾ കൊടുത്തേക്കുന്നത് എങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമുക്ക് അപ്പൻഡിക്സ് 28 ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റിൽ തന്നെ നമുക്ക് ആ ഒരു തസ്തികയുടെ പേരും അപ്പോൾ കാറ്റഗറി വെച്ചിട്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇതിന് മുമ്പ് ഉദ്യോഗാർത്ഥികൾ കാറ്റഗറി വെച്ച ശേഷം ഏതാണ് പോസ്റ്റ്, ആ ഒരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. പിന്നെ ക്രമ നമ്പർ അല്ലേ, ആ ക്രമ നമ്പർ വന്നിട്ടുള്ള ഇൻ്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്രമ നമ്പർ, പിന്നെ പേര്, പിന്നെ നമുക്ക് സാധാരണ ക്വാളിഫിക്കേഷൻസ് ആണ് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് നമുക്ക് അറിയാവുന്ന തന്നെയാണ്. പിന്നെ കറൻ്റ്ലി എംപ്ലോയിഡ് ആണോ, അപ്പോൾ അത് പ്രൈവറ്റ് ആണെങ്കിലും അത് ഗവൺമെൻറ് ആണെങ്കിലും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. എസ് എന്ന് കൊടുത്ത ശേഷം ഇപ്പോൾ ഒരു പ്രൈവറ്റ് മേഖല ജോലിയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ കൊടുക്കുക. എസ് ഇപ്പോൾ ഒരു ഏതെങ്കിലും കമ്പനിയിൽ അക്കൗണ്ടൻ്റ് ആണെങ്കിൽ അക്കൗണ്ടൻറ്റ് വർക്ക് കൃത്യമായിട്ട് തന്നെ കൊടുക്കുക. പിന്നെ ഇതുപോലെ പ്രീവിയസ് ജോബ് എക്സ്പീരിയൻസ് ഇഫ് ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം നമുക്ക്. പിന്നെ കറൻ്റ്ലി ഇൻക്ലൂഡ് ഏതെങ്കിലും PSC റാങ്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ അത് കാണിക്കാം, ഇല്ലെങ്കിൽ അത് നില്ലെന്നിടാം. പിന്നെ നമ്മുടെ ഫാമിലിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, മദർ, ഫാദർ, പിന്നെ സ്പൗസ്, സിസ്റ്റർ, അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതുക. പിന്നെ ആർ യു കൺവിക്റ്റഡ് ബൈ എ കോർട്ട് ഓഫ് ലോ, ഏതെങ്കിലും തരത്തിലുള്ള കോടതി ശിക്ഷിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് നോ ആയിരിക്കും മജോറിറ്റി. പിന്നെ ക്രിമിനൽ ചാർജ് അഗൻസ്റ്റ് ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ കേസുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ വിശദ വിവരം അത് നോ ആയിരിക്കാനാണ് ചാൻസ്. അതല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ചെയ്യുക. പിന്നെ ഹോബീസ് ചോദിച്ചിട്ടുണ്ട്. ഹോബീസിൽ കൊടുത്തേക്കുന്നത് ടെല്ലിങ് മോറൽ സ്റ്റോറീസ് ടു മൈ ഡോട്ടറും അതുപോലെ തന്നെ വാച്ചിങ് മലയാളം മൂവീസ് അങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അടുത്ത പാർട്ടിസിപ്പേഷൻ അച്ചീവ്മെൻറ്റ്സ്, സ്പോർട്സ് ഇല്ല, കൾച്ചറൽ ആക്ടിവിറ്റീസ് ഇല്ല, അതൊക്കെ ഉള്ളവരാണെങ്കിൽ അതനുസരിച്ച് കൊടുക്കാം. പിന്നെ സോഷ്യൽ ആക്ടിവിറ്റീസ്, സാമൂഹ്യ പ്രവർത്തനങ്ങൾ അതുള്ളവർ അതനുസരിച്ച് കൊടുക്കുന്നത് അത് നെല്ലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സന്നദ്ധ സേവനം വോളണ്ടറിങ് ചോദിച്ചുള്ള ഫ്ലഡ് റിലീഫ് വോളണ്ടറായിട്ട് പോയിട്ടുണ്ടെന്നുള്ള കാര്യം കാണിച്ചിട്ടുണ്ട്. പിന്നെ സയൻസ് ടെക്നോളജി നെല്ലാണ്, NCC സ്കൗട്ട് നെല്ലാണ്. പിന്നെ അതിനകത്ത് കൊടുത്തുള്ള പ്ലീസ് മെൻഷൻ ബ്രീഫ്ലി അബൌട്ട് ദി മോട്ടിവേഷൻ ഫാക്ടർ ഫോർ യുവർ ആസ്പിറേഷൻ ടു ബിക്കം എ സിവിൽ സർവൻറ്റ്. അതായത് ഒരു സിവിൽ സർവൻ്റ് ആകണമെന്നുള്ള അഭിലാഷത്തിന് പ്രചോദനമാകുന്ന ഘടകത്തെ സംബന്ധിച്ച് ചുരുക്കി എഴുതുക. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലായിരുന്നു, വളരെ കഷ്ടപ്പെട്ടാണ് പഠിച്ച് മുമ്പോട്ട് പോയപ്പോൾ കിട്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഒരു നല്ലൊരു ഗവൺമെൻറ് സർവൻ്റ് ആകണം, അതാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, സ്ട്രെങ്ത് കൊടുത്തേക്കുന്ന ഹാർഡ് വർക്കിങ്ങും ക്വിക്ക് ലേണിങ്ങും ഹോണസ്റ്റിയാണ്. പിന്നെ വീക്ക്നെസ് അത് നിങ്ങളുടേതനുസരിച്ച് കൊടുക്കുക. പിന്നെ ആംബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് എംപ്ലോയി, റെപ്യൂട്ടഡ് പൊസിഷനിൽ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആവുകയെന്നാണ്. ഇതൊക്കെയാണ്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഫോം ഫില്ല് ചെയ്യുമ്പോൾ ആ ബയോഡാറ്റ ഫോം അപ്പൻഡിക്സ് 28 ഫില്ല് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് തന്നെ അതിലുള്ള ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്കൊരു നോളജ് ഉണ്ടാകണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതെന്താണെന്ന് പറയാനുള്ള കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൺഫ്യൂസിങ് ആയിട്ട് നമ്മൾ നിൽക്കരുത്. നമ്മൾ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, എപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണമെന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഒരു മെയിൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് അത്രത്തോളം അവർക്ക് ഹെൽപ്ഫുൾ ആകും ഒരു മോക്ക് ഇൻ്റർവ്യൂ സെഷൻ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം സാർ ഓൾറെഡി പറഞ്ഞു നമ്മളൊരു മോക്ക് ഇൻ്റർവ്യൂ സെഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന്. അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞ്. നമ്മൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും മോക്ക് ഇൻ്റർവ്യൂ സെഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓഫ്ലൈനായിട്ട് ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഓഫ്ലൈൻ സെൻറ്ററിൽ
ഓഗസ്റ്റ് മാസം 10 സൺഡേ ആണ്. രാവിലെ 9:30 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഒരു സെമിനാർ സെഷൻസും അതുപോലെ തന്നെ മോക്ക് ഇൻ്റർവ്യൂ സെഷൻസും ഉണ്ടാവും. പിന്നെ ഓൺലൈനായിട്ട് നമ്മൾ 11 മുതൽ, ഓഗസ്റ്റ് മാസം 11 മുതൽ ഓൺലൈനായിട്ടാണ് നമ്മൾ ഓൺലൈനായിട്ടും കൂടെ കൂടി നമ്മൾ മോക്ക് ഇൻ്റർവ്യൂ സെഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഓൺലൈനായിട്ട് എന്താണ് ഈ പറഞ്ഞ മോക്ക് ഇൻ്റർവ്യൂ സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ തന്നെ നമ്മൾ നിലവിലുള്ള ഗൂഗിൾ ഫോംസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇനി ഈ ഇൻ്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങളും കാര്യങ്ങളും അതേപോലെ തന്നെ മോക്ക് ഇൻ്റർവ്യൂ സെഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ബേസിക്കായിട്ട് നമുക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇനി വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകളുണ്ടെങ്കിൽ ഇപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. നല്ല രീതിയിലുള്ള നല്ലൊരു ഹയസ്റ്റ് മാർക്ക് തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ ഇൻ്റർവ്യൂവിന് കിട്ടട്ടെ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്.